പിണറായി വിജയൻ്റെ അഴിമതിക്കെതിരായ പോരാട്ടത്തിലൂടെയാണ്, അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടിലൂടെയാണ് UDFന് കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്. അപ്പോൾ അവരുടെ മുഴുവൻ പ്രചരണം, UDFൻ്റെ മുഴുവൻ പ്രചരണവും പിണറായി വിജയനെതിരായിരുന്നു, പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിനെതിരായിരുന്നു, പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതികൾക്കെതിരായിട്ടാണ് അവർ ക്യാമ്പയിൻ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അധികാരത്തിൽ വന്ന UDF സർക്കാർ പിണറായി വിജയനെതിരായിട്ട്, പിണറായി വിജയൻ്റെ വീട്ടിൽ പിണറായി വിജയൻ്റെ മകൾക്കെതിരായിട്ടുള്ള കേസിൽ ED റെയ്ഡ് നടത്തിയ സമയത്ത് അതിന് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രി ഈ വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹം എന്താണ് പറഞ്ഞത്? ED ഞങ്ങളെയൊന്നും അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ED ഒരു പക്ഷേ കേരള സർക്കാരിനെ അറിയിച്ചിട്ട് ഒരിക്കലും EDക്ക് റെയ്ഡ് നടത്താൻ കഴിയില്ല. കാരണം നേരത്തെ NDF, അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളിലൊക്കെ റെയ്ഡ് നടത്തിയിരുന്നു. അന്നും കേരള സർക്കാരിനെ അറിയിച്ചില്ല. പക്ഷേ റെയ്ഡ് തുടങ്ങിയ ശേഷം അവർ അറിയിക്കുന്നുണ്ടാകും. കാരണം റെയ്ഡിൻ്റെ വിവരങ്ങൾ ലീക്ക് ആവാതിരിക്കാനാണ് അങ്ങനെയൊരു കരുതലെടുക്കുന്നത്. കാരണം കേരളത്തിൽ 6 മണിക്ക് വിവിധ കേന്ദ്രങ്ങൾ, ഏതാണ്ട് 12ഓളം കേന്ദ്രങ്ങൾ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ, അതേപോലെ തന്നെ തലശ്ശേരിയിലെ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ, അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട് വസതിയിൽ, CMRLൻ്റെ ഓഫീസിൽ, അവരുടെ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് 12ഓളം സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു, കേരളത്തിലും ബാംഗ്ലൂരിലൊക്കെ ആയിട്ട്. ഈ റെയ്ഡിൻ്റെ വിവരം 6 മണിക്ക് തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്, അല്ലെങ്കിൽ 6-6:30യോടുകൂടി മാധ്യമങ്ങളിലൊക്കെ പുറത്തു വന്നതാണ്. ആ സമയത്ത് തന്നെ പതുക്കെ CPMകാരൊക്കെ പ്രതിഷേധമായിട്ട് അവിടെ എത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ്, അപ്പോൾ ആ പോലീസിന് കത്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അനുചിതമാണ്. ഒരിക്കലും അത്, കാരണം അവിടെ പോലീസിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അപ്പം ഇവർ വയലൻ്റ് ആണെന്നുള്ളത് പോലീസിനറിയാം, അല്ലെങ്കിൽ ആ പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പരാജയമാണ്. അപ്പം 2 കാറുകളിലായിട്ട് വരുന്ന ചോദ്യം ചെയ്തതിന് ശേഷം തിരിച്ചു പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയായിരുന്നു CPMകാർ ചെയ്തത്. അപ്പോൾ അവർ കട്ട കൊണ്ടൊക്കെ ആക്രമിക്കുന്നു, കാറിനിടിക്കുന്നു, ഗ്ലാസ് പൊളിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ റിയർ വ്യൂ മിറർ തകർക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ TV-യിലൂടെ നമ്മൾ കണ്ടതാണ് എല്ലാവരും. ഈ സമയത്തൊക്കെ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്? പോലീസ് ഒന്നും ചെയ്തില്ല. പോലീസ് കാര്യമായൊരു ശ്രമവും നടത്തിയില്ല എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം പോലീസിന് കുറച്ച് പേരെ നേരത്തെ തന്നെ കുറച്ച് ഇങ്ങനെയൊരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് മൊബിലൈസ് ചെയ്തുകൊണ്ട് ആളുകളെ പിരിച്ചുവിടുകയൊക്കെ ചെയ്യാമായിരുന്നു. അതൊന്നും പോലീസ് ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ അക്രമികൾ എങ്ങോട്ടാണ് പോയത്? അക്രമികൾ പിന്നീട് പോയത് CPMൻ്റെ പാളയത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ അവിടെ പോലീസ് വന്ന് നിൽക്കുകയാണ്. പോലീസ് വന്നിട്ട് നേതാക്കളോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അക്രമികൾ എവിടെ വെച്ചാലും, ഇത്രയും ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കൃത്യമായ നടപടികൾ എടുക്കാതിരുന്നത് എന്നുള്ള ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം കേരളത്തിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന് അതാത് സമയത്ത് എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ശക്തമായ നടപടി സ്വീകരിക്കാതിരുന്നത്? അതിൻ്റെ ഒരു ക്ഷീണം അത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് തന്നെയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കാണ് ആ ക്ഷീണം ഉണ്ടായിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇന്ത്യയിലെ ഒരു മികച്ച അന്വേഷണ ഏജൻസി കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ റെയ്ഡ് ചെയ്യുന്നു. ആ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ കേരളത്തിലെ പോലീസിന് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളം ഒരു ഗുണ്ടാ രാജായി മാറി എന്നുള്ളതിൻ്റെ തെളിവല്ലേ. അപ്പം അങ്ങനെയൊരു സംഭവം നടക്കാനുണ്ടായ കാരണം കേരളത്തിലെ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യമുണ്ടായത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. കാരണം ഈ ഒരു വിഷയം എന്ന് പറയുന്നത് CMRL എന്ന് പറയുന്ന ശശിധരൻ കർത്തയുടെ കമ്പനി, ആ കമ്പനിയാണ് കരിമണൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർക്ക് കേരളത്തിലെ അതാത് കാലത്തെ സർക്കാരുകളുമായിട്ട് അവർക്ക് നല്ല ബന്ധം ആവശ്യമാണ്. അപ്പം മന്ത്രിമാരായിട്ട് ബന്ധം ആവശ്യമാണ്, അവർക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് ബന്ധം ആവശ്യമാണ്, ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധം ആവശ്യമാണ്. ആ ആഭ്യന്തര വകുപ്പിലേക്ക് അല്ലെങ്കിൽ പോലീസുകാർക്കും മന്ത്രിമാർക്കും ഒക്കെ കൊടുക്കാനുള്ള കോടികളാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആ പൈസയൊക്കെ അവർ മറ്റ് ചെലവുകൾ, ട്രാൻസ്പോർട്ടേഷൻ, മറ്റ് ചെലവുകൾ എഴുതി ചേർക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിൻ്റെ ഇവരുടെ ആദായ നികുതി റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് ഈ CMRLനെ കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത്. അതിൽ നിരവധി ഏജൻസികളാണ് അവർ അന്വേഷണം നടത്തിയത്. SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അത് നടത്തിയിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ PMLA സംബന്ധിച്ച്, അതായത് മണി ലോണ്ടറിങ് സംബന്ധിച്ച കേസ് നടക്കുന്നു. അപ്പം ഇതൊക്കെ നിരവധി കേസുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ മകൾക്കെതിരെയായിട്ടുള്ള കേസ് രേഖാമൂലം, അതായത് ബാങ്ക് അക്കൗണ്ടിലൂടെ അവർ പണം വാങ്ങി എന്നുള്ളതാണ്. അതല്ലാതെ ഒരു പട്ടിക ഇപ്പോഴും ഉണ്ട്. അത് CMRL അത് കോടതിയിലുണ്ട്. അത് അന്വേഷണ ഏജൻസികളുടെ കൈവശമുണ്ട്. ആർക്കൊക്കെ പൈസ കൊടുത്തിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭയിലുള്ള, അതായത് UDF നേതാക്കളായിട്ടുള്ള 2 പേരുടെ പേരുമുണ്ട് എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ പിണറായി വിജയൻ്റെ പേര്, PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പേരും ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ മകൾക്കെതിരായിട്ടുള്ള കേസ് എന്ന് പറയുന്നത് 2 കരാറുകൾ ഉണ്ടാക്കി, അതായത് സോഫ്റ്റ്വെയറിൻ്റെ കുറിച്ചും മാർക്കറ്റിങ്ങിനെ കുറിച്ചും ഒക്കെയുള്ള 2 കരാറുകൾ ഉണ്ടാക്കി. പക്ഷേ വർക്കൊന്നും നടത്താതെ പൈസ വാങ്ങി. അപ്പോൾ ഈ പൈസ SFIO പറയുന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള ആളുടെ മകൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പൈസ കൊടുത്താണ്. ഇതിൻ്റെ അർത്ഥം ഈ 1.72 കോടി രൂപ ബാങ്കിലൂടെ കൊടുത്ത പൈസ മാത്രമല്ല, അല്ലാതെ കോടിക്കണക്കിന് രൂപ വീണ വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട്. അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ഗൾഫിലൊക്കെ ഉള്ള ബാങ്ക് അക്കൗണ്ടുകളൊക്കെ തന്നെ മലയാളികൾ തന്നെ അറിയാവുന്ന അക്കൗണ്ടുകളാണ്. അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ആ പൈസയൊക്കെ പിൻവലിച്ചിപ്പോൾ അമേരിക്കയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് അറിയുന്നത്. ഏതായാലും വീണ വിജയൻ ഇതിനകത്ത് പ്രതിയാണ്. വീണ വിജയനെതിരായിട്ടുള്ള കുറ്റപത്രം SFIO കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വീണ വിജയനും പെടും, പിണറായി വിജയനും പെടും എന്നുള്ളത് ഉറപ്പാണ്. ഈ കേസിനകത്ത് അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഈ കേസ് അട്ടിമറിക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് അവർ നടത്തിയത്. ഓരോ തവണയും നിരവധി കോടതി, ഡൽഹി ഹൈക്കോടതിയിൽ പോയി തടയുന്നു, കർണാടക ഹൈക്കോടതിയിൽ പോയി തടയുന്നു, മദ്രാസ് ഹൈക്കോടതിയിൽ പോയി തടയുന്നു, കേരള ഹൈക്കോടതിയിൽ പോയി തടയുന്നു. ഏറ്റവും ഒടുവിൽ കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം, അതായത് അന്വേഷണം തുടരാം എന്ന് EDക്ക് കിട്ടിയ ഗ്രീൻ സിഗ്നലിനെ തുടർന്നാണ് അവർ റെയ്ഡൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ അധികാരത്തിൽ വന്ന UDF സർക്കാർ LDFനെതിരായിട്ട് നടത്തിയ ക്യാമ്പയിൻ തന്നെ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷെ അപ്പം പിണറായി വിജയനെതിരെ അന്വേഷണം നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് UDF സർക്കാർ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഈ കേസ് വലിയ ഡയമെൻഷനുള്ള കേസാണ്. കാരണം ഇത് രേഖാമൂലം ബാങ്ക് അക്കൗണ്ടിലൂടെ കൊടുത്ത പണം മാത്രമല്ല, ബാക്കി പണവും കൂടി തങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ED പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് ED ആരിലേക്ക് കൂടി പോകും? UDF നേതാക്കളിലേക്ക്, കേരളത്തിലെ 2 മന്ത്രിമാരിലേക്ക് കൂടി ഈ അന്വേഷണം നീളും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ദേശീയ തലത്തിൽ നമുക്കറിയാം, ഒരുപാട് സ്ഥലത്ത് EDക്കെതിരെ ആക്രമണം നടന്നു. ഡൽഹിയിൽ EDക്കെതിരെ ആക്രമണം നടന്നു, ബംഗാളിൽ EDക്കെതിരെ ആക്രമണം നടന്നു. അവസാനം കോടതി ഇടപെട്ട് CBI അന്വേഷണം നടത്താൻ ഉത്തരവിട്ടതാണ്. സന്ദേശകാരിയിലൊക്കെ EDയുടെ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് തൃണമൂൽ കോൺഗ്രസ്സുകാർ ആക്രമണം അഴിച്ചുവിട്ടത്. പല സംസ്ഥാനങ്ങളിലും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയിലെ ഘടകകക്ഷികളാണ് ഈ കേരളത്തിലെ കോൺഗ്രസും അതേപോലെ തന്നെ CPM. ഇപ്പം CPMൻ്റെ അഴിമതിക്കെതിരായിട്ടാണ് കേരളത്തിലെ UDF സമരം ചെയ്ത് അല്ലെങ്കിൽ ക്യാമ്പയിൻ ചെയ്ത് അധികാരത്തിൽ വന്നതെങ്കിൽ ഈ 2 പേരും ഉൾപ്പെടുന്ന കേസാണിത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. വിശദമായ അന്വേഷണം നടത്തിയാൽ UDFിലെ ആളുകളും പെടും. അതുകൊണ്ടാണ് ഈ കേസിൽ വളരെ കുറ്റകരമായ ഒരു അനാസ്ഥയാണ് കാണിച്ചത്. ED ഓഫീസർമാർക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിൻ്റെ ഒത്താശ ചെയ്തു കൊടുത്തത് കേരള പോലീസാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോഴും ആരെയും അവർ അറസ്റ്റ് ചെയ്യുന്നില്ല. നിരവധി നേതാക്കന്മാർ, അത് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനുണ്ട്, V ശിവൻകുട്ടിയുണ്ട്, അതുപോലെ തന്നെ MLAയും CPM ജില്ലാ സെക്രട്ടറിയുമായ ജോയുണ്ട്, DK മുരളിയുണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഗുണ്ടായിസം അരങ്ങേറിയത്. എന്തുകൊണ്ട് അവരെയൊന്നും പ്രതിയാക്കുന്നില്ല? അപ്പോൾ ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാത്തിടത്തോളം കാലം, ഒന്നാമത്തത് EDയെ സംരക്ഷിക്കാൻ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞില്ല. ഇനി ഈ കേസിലെ പ്രതികളെ പിടിക്കാനും നാമമാത്രമായിട്ട് കുറേ ആളുകളെയൊക്കെ, കുറച്ച് സ്ഥിരം ഗുണ്ടകളെ മാത്രം പ്രതിയാക്കി ഒഴിവാക്കുന്ന ഒരു പരിപാടിയായിരിക്കും. പക്ഷേ ഈ അന്വേഷണം ഒരുപക്ഷെ ഇത് കൽക്കട്ട ഹൈക്കോടതി CBI കൊടുത്തതുപോലെ ഒരു ഏജൻസി ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ CBIയിലേക്ക് വരെ അന്വേഷണം എത്തിപ്പെടാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പല പ്രമുഖന്മാരും കുടുങ്ങും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു ഇന്ത്യ മുന്നണി കേരളത്തിനകത്ത്, അതായത് UDFും LDFും ഒരുമിച്ച് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.